ഗൈസ് അപ്പോൾ നമ്മൾ ജോലിയിലെത്തിയിട്ട് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. 2 ദിവസമായിട്ട് ഇപ്പോൾ യുദ്ധം കാര്യമൊക്കെയാണ്. ഇവിടെ അല്ല, പക്ഷേ ഇവിടെയും അതിൻ്റെ ആഘാതങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകാണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ റൂമിലെ ബിൽഡിങ് കേട്ടോ. നമ്മളിങ്ങനെ പോകാണ്ടിരിക്കുകയാണ്. ഇവിടെ വേസ്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഡ്യൂട്ടിക്ക് പോണ വണ്ടികളാട്ടോ. പിന്നെ ഈ ഭാഗത്ത് അലക്കി തോരിടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നമ്മൾ ബാക്കി വിഷ്വൽസൊക്കെ ഇങ്ങനെ കാണിക്കാം മുന്നിലുള്ള. ഇത് നമ്മളെ ആഷിഖിൻ്റെ പേരൊക്കെയാണിത്. ആഷിഖ് ഇങ്ങനെയാണ് ഇവിടെ പോണത്. എവിടെ പോണത്? പണിക്ക് പോണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളെ മെയിൻ അസംബ്ലി പോയിൻ്റൊക്കെ എത്തിക്കാണ്. ഇവിടെ വൈകുന്നേരം അസംബ്ലി ഉണ്ടാവും കേട്ടോ. നമ്മൾ വൈകുന്നേരം കാണിച്ചു തരുന്നുണ്ട്. നോമ്പ് തുറേൻ്റെ അസംബ്ലി ഉണ്ടാവും. ഇതാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ്, നമ്മളെ ജിമ്മ്. ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ടെൻ്റ് ഉണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വൈകിട്ട് നോമ്പ് തുറ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് മറ്റേ ഡ്രോൺ ആക്രമണം വരുന്നതുകൊണ്ട് എന്താണ് ആൾ കൂടാൻ പാടില്ല എന്നുള്ള ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറലില്ല. പകരം ഇവിടെ അസംബ്ലിക്ക് നിർത്തിയ മാതിരി വലിയൊരു ലൈൻ ഉണ്ടാവും. നമ്മൾ വൈകിട്ട് ഇൻഷാല്ലാ എന്നുണ്ടെങ്കിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ന്യൂസിലും ഇതിലൊന്ന് കാണുന്ന മാതിരി ഒഴിപ്പിച്ചലും അതേപോലെ മറ്റേ സംഭവമൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മളെ മഹല്ല് പള്ളി കേട്ടോ. ഇത് നമ്മളെ റോയൽ സൂപ്പർ മാർക്കറ്റ്. അതിലാണ്ടൊക്കെ കുറേ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, ഇതാണ് നമ്മളെ പള്ളി. നമ്മളെ ജുമയും കാര്യമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ നമ്മളെ മെയിനായിട്ട് നമ്മളെ കമ്പനീൻ്റെ അവിടെയായിട്ട് കൂടുതൽ. ഇതാണ് നമ്മളെ ക്യാമ്പിലുള്ള എൻട്രൻസ്. എന്താ പറയുക, ക്യാമ്പിൻ്റെ ഉള്ളിലേക്കുള്ള കേട്ടോ. നമുക്കിങ്ങനെ നടക്കാം. നമുക്കൊരു 2-2.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഏകദേശം കമ്പനിക്ക്. ഇവിടെയൊക്കെ കുറേ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഏതായാലും കുറേ നടക്കണ്ട നമുക്ക്. അങ്ങനെ നടന്ന് പോയേക്കാം. പിന്നെ കുറച്ചുകൂടി മുന്നേക്ക് ഇങ്ങനെ പോന്നാൽ ഇവിടെ ഒരു ബാർബർ ഷോപ്പ്. പിന്നെ അങ്ങനെ ഇവിടെ ഡ്രൈ ക്ലീനിങ് സെൻ്റർ ഉണ്ട്. പിന്നെ അതേപോലെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. മൊബൈൽ ഷോപ്പ്, ബാർബർ ഷോപ്പ്, അങ്ങനെ. ഇത് നമ്മളെ ഫിൽറ്റർ ചെയ്യണ സ്ഥലം കേട്ടോ. വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്യണ സ്ഥലമാണ്. ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ നമ്മളെ ലുലുവിൻ്റെ എക്സ്ചേഞ്ച് കാര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുൾ ഷോപ്പുകളാണ്. പിന്നെ ഇവിടെയൊക്കെ പല പല കമ്പനികളാണ്. ഇതിനുള്ള ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. നമ്മൾ കമ്പനികളെല്ലാം നമുക്കറിയില്ല. പിന്നെ ഇപ്പം നമ്മൾ നടന്ന് കുറേ മുന്നേക്ക് എത്തിയിട്ടാ. സൂര്യനെപ്പോഴും നല്ല കത്തി ചലിച്ചിങ്ങനെ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കി നമുക്ക് ഈ എയർപോർട്ടിൻ്റെ റൺവേ ആണ് കേട്ടോ. റൺവേ ആണ് ഈ കാണുന്നത്. ശരിക്കും അതിന് അങ്ങോട്ട് പോകാനൊക്കെ പറ്റും, പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തരിക. ഇനി നമുക്ക് കുറച്ചും കൂടി നടക്കാണ്ട് ആ ദൂരത്ത് കാണുന്നത് സേഫ് സോണിൻ്റെ ഓഫീസാണ്. നമ്മളുള്ളത് ഇപ്പോൾ സേഫ് സോണിൻ്റെ ഉള്ളിലുമാണ്. ഇവിടെയൊക്കെ കുറേ കമ്പനികളുണ്ടോ. ഇവിടെ വർക്ക്ഷോപ്പുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ കമ്പനികളും കുറേ കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റാഫുകളാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ള്. അപ്പോൾ ബാക്കി അതിന് മുന്നോട്ട് പോകും തോറും ബാക്കി കാണിക്കാം. അപ്പോൾ കുറേ മുന്നോട്ട് പിന്നെയും പോരുമ്പോൾ പിന്നെ നമുക്ക് എന്താ കാണാം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ഹ്യൂമാനിറ്റിൻ്റെ ബാക്ക് ഭാഗം കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് അവിടെ ഉണ്ട്. നമ്മൾ വന്നിട മുതൽ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയില്ല, സംഭവം എന്നറിയില്ല. ഏതായാലും കുറച്ചങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ടാങ്കർ നിർത്തിയിട്ടാണ്. പിന്നെ അങ്ങനെ ഇനി മുന്നോട്ട് പോകുമ്പോൾ എയർ ബാൻഡതൊക്കെ കാണും. പക്ഷേ ഇനി ആ സൈഡിലേക്ക് പോകാൻ പറ്റില്ല. കാരണം റോഡ് ആ സൈഡിലേക്ക് തിരിയുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ അവിടെ ക്യാമറ റെസ്ട്രിക്റ്റഡ് ഏരിയ അങ്ങനെ എന്തോന്ന് എഴുതിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് പോയിട്ടില്ല. നമ്മുടെ ടീംസ് ഇതാ പോണ്. ഫുള്ള് കമ്പനി പോവാണ്. ഭീമൻ ഫായ്സിൻ്റെ വണ്ടി ഇതാ പോണ്. അങ്ങനെ ഇതൊരു പുതിയ കമ്പനി ഉണ്ടാക്കിയതാണ് കേട്ടോ. പുതിയ എന്താ പറയുക, ഒരു
ഇതുണ്ടാക്കിയതാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തിൻ്റെ കമ്പനിയാണെന്ന് അറിയില്ല. നല്ല സെറ്റപ്പാക്കി ഉണ്ടാക്കിയൊക്കെ ചെയ്തതാണ്. ആ കാരണമാണ് അപ്പോൾ എയർ അറബിൻ്റെ സ്ഥലം. ധാരാളപ്പെടുത്ത് ഉണ്ടാക്കിയതാണ് നമ്മളെ റിയാദ് കൊണ്ട്. ഇതങ്ങനെ നല്ല ചെടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ. കുറേ മുന്നിൽ കയറുമ്പോൾ ഇങ്ങനെ സേവ് സോണിൻ്റെ ഓഫീസിലേക്ക് എത്തി തുടങ്ങി അവിടെ ഏകദേശം. ഫുള്ള് കാർ പാർക്കിങ് സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് സേവ് സോണിൻ്റെ കാർ പാർക്കിങ് ഏരിയ. ഇന്നലെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ പറഞ്ഞു കൊണ്ടായി. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് പുകയിരുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ. ഇന്ന് കാണുകയാണെങ്കിൽ നമ്മൾ കാണിക്കണ്ടേ. പിന്നെ അതൊക്കെ എടുത്തിടുന്നതിന് കുറേ എന്താ പറയുക റൂൾസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എടുത്തിട്ടിട്ട് വലിയ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ ഈ കാണാനാണ് സേഫ് സോണിൻ്റെ ഓഫീസ്. നമ്മളിങ്ങനെ കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ഒരു EV ചാർജിങ് ഉണ്ട്. അതേപോലെ ഓരോരോ ആൾക്കാരെ ഓരോ പൊസിഷനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ വണ്ടി നിർത്താൻ. അപ്പോൾ EV പാർക്കിംഗ് കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മളെ സേഫ് സോണിൻ്റെ ബോർഡ് കാണിച്ചു തരാം. അത് നമ്മളെ സേഫ് സോൺ ഓഫീസ് കേട്ടോ. ഈ കാണുന്നതാണ് സേഫ് സോണിൻ്റെ ഓഫീസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. അതിലിങ്ങനെ വരുമ്പോൾ എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിന്. പിന്നെ ഇവിടെ റൗണ്ട് അബൌട്ടാണ് കേട്ടോ. റോഡിൽ വണ്ടികളിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഷോർട്ട് കട്ടാണ് ഇതിലൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ ഇങ്ങനെ നടന്ന് പിന്നെ മുന്നോട്ട് കയറുമ്പോൾ സേഫ് സോണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന സ്കൈ വൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി. പിന്നെ അവിടെ ഇങ്ങനെ ഉണ്ടോ കുറേ എയർക്രാഫ്റ്റ് മൂടിയിട്ടാണ്. ഹെലികോപ്റ്ററാണോ എയർക്രാഫ്റ്റാണോ എന്നറിയില്ല, എന്തോ ഒരു സാധനം. ഏതായാലും പറക്കണതേനി, ഇപ്പോൾ പറക്കൂല. ഉണ്ടോ അങ്ങനെ മൂടിയിട്ടാണ്. കുറച്ച് മുന്നോട്ട് വന്നാൽ നല്ലത് കാണാം കേട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇവിടെ നല്ല ലക്ഷറി കാറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫുള്ള് കമ്പനികളാണ്. ഇതാണ് നമ്മളെ കമ്പനിക്കുള്ള റോഡ്. നേരെ പോയാൽ വലത്തെ സൈഡിൽ നമ്മളെ കമ്പനി ഉണ്ട്. ആ ട്രാക്കിലാട്ടോ. ഇത് ഇങ്ങോട്ട് ഒരാളുടെ ട്രാക്കാണ്. ഈ പോണ പിള്ളേരൊക്കെ നമ്മളെ കമ്പനിയിലത്തെ ടീംസാണ്. പിന്നെ നല്ല ഹൈ സെറ്റപ്പ് റോഡാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചാണ്. ഫുള്ളും കമ്പനികളാണ്. അവിടെ വേറൊരു കമ്പനി, ഇവിടെ വേറെ കമ്പനി, ഇവിടെ വേറെ കമ്പനി, അവിടെ വേറെ കമ്പനി. ആകെ കമ്പനികളാണ്. ഇതിൻ്റെ ഫുള്ള് കമ്പനികളാണ് ഉണ്ടാകുക. ഈ ഭാഗത്ത് AC-ൻ്റെ കമ്പനികളുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളെ കമ്പനീൻ്റെ ആ ഭാഗത്തെത്തിയിട്ട് കാണിച്ചു തരാം. സിയാദ് അതിലിതാ സൈക്കിളിൽ പോണേ. നേരം വൈകിക്കൊണ്ടുള്ള പോക്കാളാണ് പോണേ. അങ്ങനെ ഒടുവിൽ നടന്ന് നമ്മളെ കമ്പനീൻ്റെ ചാരം എത്തിയിരിക്കുകയാണ് എല്ലാവരും. 7:29 ഇപ്പോൾ എന്താ പറയുക, നമ്മളെ റമദാൻ ആയതുകൊണ്ട് നേരത്തെയും കാലത്തെയും പണി സ്റ്റാർട്ടാവും. അതേപോലെ തന്നെ നേരത്തെ വിടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കമ്പനി A4001. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബിൽഡിങ്ങിലാണ് നമ്മളെ ഇത് പണി. ഉള്ളിലേക്ക് നമുക്ക് അലോഡില്ല ക്യാമറ, അതുകൊണ്ട് എന്താ പറയുക ഉള്ളിലത്തെ വിഷയമില്ല. അപ്പോൾ ഗുഡ് ബൈ.